നമസ്കാരം. അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ ഒരു വിശേഷമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ലക്ഷറി ലുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വരുന്ന വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പിടാരം പോകുന്ന റോഡിൽ വരുന്ന ഒരു ആക്സസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേയാട് പോകുന്ന റോഡിൽ കുണ്ടോൻകടവ് പാലം കഴിഞ്ഞിട്ട് ശങ്കർനായർ റോഡിൽ വരുന്ന ഒരു ആക്സസ് നമുക്ക് വരുന്നുണ്ട്. കറക്റ്റ് ശങ്കർനായർ റോഡിലാണ് നമുക്കൊരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നല്ല മനോഹരമായ ഒരു എക്സ്റ്റീരിയർ ലുക്കും, അപ്പോൾ അതിനെ കുറച്ച് നല്ല അടിപൊളിയാക്കാനായിട്ട് ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ടാണ് നല്ല അടിപൊളിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ കാര്യം നൽകിക്കൊണ്ട് തന്നെയാണ് വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന വീട് നമുക്ക് റെഡ് ബ്രിക്സിലാണ് പണിതിരിക്കുന്നത്. കൂടാതെ ഫുൾ തേക്കിൻ്റെ വർക്കും കൂടെയാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു നമുക്ക് വുഡും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഫുള്ള് തേക്കിൻ്റെ വർക്ക് തന്നെയാണ് വീടിന് വന്നിരിക്കുന്നത്. നല്ല മനോഹരമായ എക്സ്റ്റീരിയർ ലുക്കും തന്നെയാണ്. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. ചുറ്റുപാടും നല്ല വീടുകളൊക്കെ നമുക്ക് മനോഹരമായ വീടുകളൊക്കെ നമുക്ക് പണി കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയ്ക്ക് അകത്ത് വരുന്ന ഒരു ആദ്യം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. ഏകദേശം നമുക്കൊരു 40 വീടുകളോളം നമുക്ക് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് പണി കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും വീടുകളൊക്കെ നമുക്ക് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ പണി ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണിയിപ്പിച്ച നല്ല മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഫുള്ളായിട്ട് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യങ്ങളും തന്നെയാണ് വീടിനകത്ത് ചെയ്തിട്ടുള്ളത്. നമ്മൾ സെൻട്രൽ സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയുടെ ഫ്രണ്ടേജ് നമുക്ക് വരുന്നത് ഒരു ബസ് റൂട്ട് തന്നെയാണ്. മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 5 സെൻറ്റ് ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണിയിപ്പിച്ച് നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഉൾപ്പെടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് വീടിൻ്റെ ഫ്രണ്ട് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. കവേർഡ് കാർ പാർക്കിൻ്റെ ചുറ്റും മുഴുവനും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടഡ് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗാർഡനിങ് പ്രൊവിഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് വീട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് മുഴുവനും നമുക്ക് ഇൻ്റർലോക്ക്ഡ് ആണ്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന് നമുക്ക് വരുന്ന കിണർ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡനിങ് പ്രൊവിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും വീടിൻ്റെ ഈ ഒരു സൈഡിലും ഗാർഡനിങ് പ്രൊവിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് വീട്. നല്ല മനോഹരമായ ഒരു സിറ്റ് ഔട്ട്. 8x6 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. നല്ലൊരു സ്ക്വയർ പ്ലാറ്റ്ഫോം രീതിയിലാണ് സിറ്റ് ഔട്ട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് മുഴുവനും തേക്കിൻ്റെ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ തൂണും അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഡോറും അതുപോലെ തന്നെ വാൾ പാനൽ കാര്യങ്ങളെല്ലാം നമുക്ക് തേക്കിൻ്റെ വർക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെ കാണുമ്പോഴത്തേക്കും കൂടെ ഒരു സിറ്റിംഗ് ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഷൂ റാക്കായിട്ടാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ വരുന്ന വുഡൻ പാനലിലൊക്കെ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു ഡോറിൻ്റെ മോഡലെല്ലാം നല്ല അടിപൊളിയായിട്ട് വ്യത്യസ്തമുള്ള രീതിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫുൾ തേക്കിൻ്റെ അടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നല്ലൊരു യൂണീക്ക് ഡിസൈൻ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജിൽ നമുക്ക് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് നല്ല പ്രവേശിക്കുകയാണ്. നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ ആണ് വീടിൻ്റെ ഇൻറ്റീരിയറിലായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് സിറ്റ് ഔട്ട് കിടന്ന അകത്തോട്ട് ലിവിങ് ഏരിയയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്തിട്ടുള്ളത്. 20x16 ലിവിങ് ഏരിയ ഡയമെൻഷൻ. അടിപൊളിയായിട്ടുള്ള അട്രാക്റ്റീവായി തോന്നുന്ന ഒരു TV യൂണിറ്റും ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയൊരു TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്.
പ്രൊഫൈൽ ചാനൽ ലൈറ്റും കാര്യങ്ങളെല്ലാം ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെയറിൻ്റെ ഒരു താഴത്തെ ഒരു സൈഡിൽ നമുക്ക് ഇൻവേർട്ടറും കാര്യങ്ങളും വയ്ക്കാനുള്ളൊരു സ്പേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വുഡൻ ലുക്കും കാര്യങ്ങളെല്ലാം വുഡൻ ഫിനിഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ്. നമുക്കിനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ലീവിങ് ഏരിയ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ വരുന്നത്. ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടീഷൻ ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയയിലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടീഷൻ അവർ ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട ലിവിങ് ഏരിയ പോലെ തന്നെ അടിപൊളിയായിട്ട് നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുള്ളത്. 12x12 ഡൈനിങ് ഏരിയ ഡൈമെൻഷൻ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കോക്കറി ഷെൽഫും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലായിട്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു കോക്കറി ഷെൽഫിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ്. ടച്ച് സെൻസ് ആയിട്ടുള്ള ഒരു മിററും അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, ഒരു ബെഡ്റൂം, ഒരു കിച്ചണായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 3 ബെഡ്റൂമും ഒരു ബാൽക്കണിയും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. കിച്ചണിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പോർഷൻ വന്നിട്ടുണ്ട്. ഒരു ഡെക്കറേഷൻ ഏരിയ ആണ്. നല്ല അടിപൊളിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷൻ, കളർ തീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കിച്ചൺ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. 14x12 കിച്ചണിൻ്റെ ഡൈമെൻഷൻ. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷായ ഗ്രിപ്പുള്ള ടൈൽസാണ്. അത്യാവശ്യം നല്ല അടിപൊളി നല്ലൊരു ക്വാളിറ്റി വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് കിച്ചണിൻ്റെ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ പ്ലേസ് ചെയ്യാനുള്ള സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ ഈ ഒരു കബോർഡ് സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഷട്ടർ മോഡൽ വരുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഷട്ടർ മോഡൽ വരുന്ന ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ബെഡ്റൂമിലോട്ട് പോകുന്നതിന് ഒരു എൻട്രൻസിൽ തന്നെ നല്ല തേക്കിൻ്റെ ഒരു ഡിസൈനിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഈ കാണുന്നത്. നല്ല വിശാലമേറിയ ഒരു റൂം തന്നെയാണ്. ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. 15x10 റൂമിൻ്റെ ഡൈമെൻഷൻ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വാൾഡ്രോബ്സും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്ട്രിപ്പ് ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് വാൾഡ്രോബ്സ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സിറ്റിംഗ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഓഫീസ് കമ്പ്യൂട്ടറും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ഏരിയ വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗത്തോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവൻ നമുക്ക് തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. തേക്കുഡും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്ക് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് ഹാൻഡിൽസിൽ വന്നിട്ടുള്ളത്. സ്റ്റെയർ മുഴുവനും നമുക്ക് നല്ല ഗ്ലേസിങ് ഫിനിഷ് വരുന്ന സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് തന്നെ സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈക്ക് ചാനലും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാൾ. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് ഹാളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. 20x18 തന്നെയാണ് ഹാളിൻ്റെ ഡയമെൻഷൻ. നല്ലൊരു TV യൂണിറ്റും ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ് ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനലാണ് ഫുൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുൻപേ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊരു കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ വേറൊരു വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഇവിടെ നമ്മളിവിടെ ചെയ്ത് തീർത്തിട്ടുള്ളത്. താഴത്തെ ഒരു ഭാഗത്ത് സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നല്ല കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാൾ റൂപ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു റൂമിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ക്വാളിറ്റി ആയിട്ട് ഒരു വർക്കും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. 16x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വൈഡ് റേഞ്ചിലുള്ളൊരു കബോർഡും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ടതുപോലെ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ, അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് കബോർഡ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സെറയുടെ കമ്പനിയാണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 15x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല മനോഹരമായൊരു കമ്പ്യൂട്ടർ വയ്ക്കാനോ അത് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഒരു വാൾ റൂപ്സും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. അത്യാവശ്യത്തിൽ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ റൂമെല്ലാം ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കിന് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ നല്ല ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്.
ഇനി നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോകാം. 8x6 ബാൽക്കണിയുടെ ഡയമെൻഷൻ. അത്യാവശ്യം ഹാൻഡിൽസ് ഒക്കെ തന്നെ നമുക്ക് വുഡൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. തേക്കിൻ്റെ തടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് വർക്കും അതുപോലെ തന്നെ വുഡൻ വർക്കുമാണ് ഹാൻഡിൽസിന് യൂസ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊരു ഫാൻസി ലൈറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയുടെ 3 ചുമരുകൾ നമുക്ക് വുഡൻ വർക്ക് വരുന്ന ടൈലും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റെഡ് ബ്രിക്സിൽ പണിത ഫുൾ തേക്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,40,00,000 അത് തികച്ചും നെഗോഷ്യബിളാണ്. അപ്പോൾ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാനുള്ള ഹോം ലോൺ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.